എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുന്നത്. പല ആളുകളും കേട്ടിട്ടുണ്ടാവും, സ്വർണ്ണാഭരണങ്ങൾ BIS ഹാൾമാർക്കിലേക്ക് മാറണം എന്നൊരു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് കഴിഞ്ഞ മാസം വന്നിരുന്നു. അതിന് ഒരു വർഷത്തെ സാവകാശം, അതായത് 2021 ജനുവരി 15 മുമ്പായിട്ട് BIS ഹോൾമാർക്കിലേക്ക് മാറണം എന്നാണ് ആ ഉത്തരവുള്ളത്. 2021 ജനുവരി 15 ശേഷം ജ്വല്ലറികളിൽ BIS ഹോൾമാർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ സ്വർണ്ണാഭരണങ്ങൾ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ഉത്തരവിലുള്ളത്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ജനങ്ങൾ സ്വന്തം കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ യാതൊരു ആവശ്യമില്ലാതെ കൊണ്ടുപോയി ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇത് യാതൊരു വിധത്തിലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. നമ്മുടെ കയ്യിലുള്ള സ്വർണം അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാനും, അതുപോലെ തന്നെ അത് എന്ന് വേണമെങ്കിൽ വിൽക്കാനും, ഏത് സമയത്ത് വേണമെങ്കിൽ വിറ്റ് കാശാക്കാനും നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ BIS ഹോൾമാർക്ക് ആക്കാതെ തന്നെ, മാറ്റി വാങ്ങാതെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള അതേ നിലവിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും. യാതൊരു വിധത്തിലുള്ള മൂല്യ തകർച്ചയും അതിന് ഉണ്ടാവുകയില്ല. അത് തെറ്റിദ്ധരിച്ച് ആരും സ്വർണ്ണാഭരണം, വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന സ്വർണ്ണാഭരണം മാറ്റണം എന്നില്ല എന്ന് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻഡൈസ് അസോസിയേഷൻ്റെ പത്രക്കുറിപ്പിൽ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ ഇതിനകം സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിയിട്ടുണ്ട്. BIS ഹോൾമാർക്ക് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിയിട്ടുണ്ട്. പേടിച്ചിട്ട് ഇനി ഇത് വിൽക്കാൻ കഴിയില്ല, ഇനി ഭാവിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതിയിട്ട് മാറ്റി വാങ്ങിയിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നവും അതുകൊണ്ടില്ല എന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, എന്താണ് BIS ഹോൾമാർക്ക് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. BIS ഹോൾമാർക്ക് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വർണത്തിൻ്റെ പരിശുദ്ധി കണക്കാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് BIS ഹോൾമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS അംഗീകാരമുള്ള അസൈയിങ് ആൻഡ് ഹാൾമാർക്കിംഗ് സെൻ്ററുകൾ നൽകുന്ന പരിശുദ്ധിയുടെ സർട്ടിഫിക്കേഷനാണ് BIS ഹോൾമാർക്കിംഗ്. 5 മുദ്രകൾ പതിച്ചതാണ് BIS ഹോൾമാർക്കിംഗ് അടയാളം. ഇനി ആ 5 സീലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ചുരുക്കെഴുത്തായ BIS ഹോൾമാർക്ക് മുദ്ര. 2ാമത്തെ സീല് സ്വർണത്തിൻ്റെ പരിശുദ്ധി കണക്കാക്കുന്ന അടയാളം. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 22 ക്യാരറ്റ് സ്വർണ്ണമാണെങ്കിൽ 916 എന്നും, ഈ ആഭരണങ്ങളിൽ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ 21 ക്യാരറ്റ് ആയിരിക്കും, അതിന് 875 എന്നും, 18 ക്യാരറ്റ് ആണെങ്കിൽ 750 എന്നുമായിരിക്കും ആ അടയാളത്തിൽ എഴുതിയിട്ടുണ്ടാവുക. 3ാമത്തെ സീല് എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിച്ച ഹോൾമാർക്കിംഗ് സെൻ്ററുകളിലെ അതത് ജില്ലകളിലെ ഓരോ ജില്ലകൾക്കും ഓരോ സെൻ്ററുകളായിരിക്കും. അതത് ജില്ലകളുടെ ലോഗോ ആയിരിക്കും 3ാമത്തെ അടയാളമായിട്ട് സീലായിട്ട് ഉണ്ടാവുക. 4ാമത്തെ സീൽ എന്ന് പറയുന്നത് ആഭരണമെടുത്ത ജ്വല്ലറിയുടെ പേരിൻ്റെ ചുരുക്കെഴുത്തോ ലോഗോയോ ആയിരിക്കും. 5ാമത്തെ സീൽ ഹോൾമാർക്ക് ചെയ്ത വർഷം അടയാളപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിക്. അതായത് 2000-ലാണ് ഹോൾമാർക്ക് ചെയ്തത് എങ്കിൽ 2000-നെ A എന്ന് അടയാളപ്പെടുത്തുന്നു എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ 2001 ആകുമ്പോൾ അത് B ആകും, 2002 ആകുമ്പോൾ C ആകും. അങ്ങനെ അടയാളപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിക് അടയാളമാണ് 5ാമത്തേതുള്ളത്. ഇത് 5ഉം കൂടി ചേരുന്നതാണ് BIS ഹോൾമാർക്കിംഗ് മുദ്രകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാൽ പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.
എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുന്നത്. പല ആളുകളും കേട്ടിട്ടുണ്ടാവും, സ്വർണ്ണാഭരണങ്ങൾ BIS ഹാൾമാർക്കിലേക്ക് മാറണം എന്നൊരു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് കഴിഞ്ഞ മാസം വന്നിരുന്നു. അതിന് ഒരു വർഷത്തെ സാവകാശം, അതായത് 2021 ജനുവരി 15 മുമ്പായിട്ട് BIS ഹോൾമാർക്കിലേക്ക് മാറണം എന്നാണ് ആ ഉത്തരവുള്ളത്. 2021 ജനുവരി 15 ശേഷം ജ്വല്ലറികളിൽ BIS ഹോൾമാർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ സ്വർണ്ണാഭരണങ്ങൾ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ ഉത്തരവിലുള്ളത്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ജനങ്ങൾ സ്വന്തം കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ യാതൊരു ആവശ്യവുമില്ലാതെ കൊണ്ടുപോയി ചേഞ്ച് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇത് യാതൊരു വിധത്തിലും സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. നമ്മുടെ കയ്യിലുള്ള സ്വർണം അത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാനും, അതുപോലെ തന്നെ അത് എന്ന് വേണമെങ്കിൽ വിൽക്കാനും, ഏത് സമയത്ത് വേണമെങ്കിൽ വിറ്റ് കാശാക്കാനും നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ BIS ഹോൾമാർക്ക് ആക്കാതെ തന്നെ, മാറ്റി വാങ്ങാതെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള അതേ നിലവിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും. യാതൊരു വിധത്തിലുള്ള മൂല്യ തകർച്ചയും അതിന് ഉണ്ടാവുകയില്ല. അത് തെറ്റിദ്ധരിച്ച് ആരും സ്വർണ്ണാഭരണം, വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന സ്വർണ്ണാഭരണം മാറ്റണം എന്നില്ല എന്ന് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റൈസ് അസോസിയേഷൻ്റെ പത്രക്കുറിപ്പിൽ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ അന്വേഷിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ ഇതിനകം സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിയിട്ടുണ്ട്. BIS ഹോൾമാർക്ക് മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങിയിട്ടുണ്ട്. പേടിച്ചിട്ട് ഇനി ഇത് വിൽക്കാൻ കഴിയില്ല, ഇനി ഭാവിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതിയിട്ട് മാറ്റി വാങ്ങിയിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നവും അതുകൊണ്ടില്ല എന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, എന്താണ് BIS ഹോൾമാർക്ക് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. BIS ഹോൾമാർക്ക് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്വർണത്തിൻ്റെ പരിശുദ്ധി കണക്കാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് BIS ഹോൾമാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS അംഗീകാരമുള്ള അസൈയിങ് ആൻഡ് ഹാൾമാർക്കിംഗ് സെൻ്ററുകൾ നൽകുന്ന പരിശുദ്ധിയുടെ സർട്ടിഫിക്കേഷനാണ് BIS ഹാൾമാർക്കിംഗ്. 5 മുദ്രകൾ പതിച്ചതാണ് BIS ഹാൾമാർക്കിംഗ് അടയാളം. ഇനി ആ 5 സീലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ചുരുക്കെഴുത്തായ BIS ഹോൾമാർക്ക് മുദ്ര. 2ാമത്തെ സീല് സ്വർണത്തിൻ്റെ പരിശുദ്ധി കണക്കാക്കുന്ന അടയാളം. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 22 ക്യാരറ്റ് സ്വർണ്ണമാണെങ്കിൽ 916 എന്നും, ഈ ആഭരണങ്ങളിൽ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ 21 ക്യാരറ്റ് ആയിരിക്കും, അതിന് 875 എന്നും, 18 ക്യാരറ്റ് ആണെങ്കിൽ 750 എന്നുമായിരിക്കും ആ അടയാളത്തിൽ എഴുതിയിട്ടുണ്ടാവുക. 3ാമത്തെ സീല് എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകരിച്ച ഹോൾമാർക്കിംഗ് സെൻ്ററുകളിലെ അതത് ജില്ലകളിലെ ഓരോ ജില്ലകൾക്കും ഓരോ സെൻ്ററുകളായിരിക്കും. അതത് ജില്ലകളുടെ ലോഗോ ആയിരിക്കും 3ാമത്തെ അടയാളമായിട്ട് സീലായിട്ടും ഉണ്ടാവുക. 4ാമത്തെ സീൽ എന്ന് പറയുന്നത് ആഭരണമെടുത്ത ജ്വല്ലറിയുടെ പേരിൻ്റെ ചുരുക്കെഴുത്തോ ലോഗോയോ ആയിരിക്കും. 5ാമത്തെ സീൽ ഹോൾമാർക്ക് ചെയ്ത വർഷം അടയാളപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിക്. അതായത് 2000-ലാണ് ഹോൾമാർക്ക് ചെയ്തത് എങ്കിൽ 2000-നെ A എന്ന് അടയാളപ്പെടുത്തുന്നു എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ 2001 ആകുമ്പോൾ അത് B ആകും, 2002 ആകുമ്പോൾ C ആകും. അങ്ങനെ അടയാളപ്പെടുത്തുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിക് അടയാളമാണ് 5ാമത്തേതുള്ളത്. ഇത് 5ഉം കൂടി ചേരുന്നതാണ് BIS ഹോൾമാർക്കിംഗ് മുദ്രകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാൽ പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഓണാക്കി വെക്കുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.